ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വിപ്ലവം സൃഷ്ടിക്കാനായി ടാറ്റ മോട്ടോഴ്സ് അവരുടെ നെക്സ്റ്റ് ജെൻ ടിയാഗോ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. പഴയ ഡിസൈനിൽ നിന്നും ആകെ മാറ്റം വരുത്തി ജസ്റ്റ് വാവ് ലുക്കിലാണ് ഇപ്രാവശ്യം പുതിയ ടിയാഗോ പെട്രോൾ ICNG പതിപ്പുകൾ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരാം. ഫ്രണ്ടിൽ മൾട്ടി ചേംബർ പ്രിസിഷൻ ഓപ്റ്റിക്സോട് കൂടിയ ലക്സ് ബീം LED ഹെഡ് ലാംപ്സ്, അതോടൊപ്പം തന്നെ അതിമനോഹരമായ LED DRL ലൈറ്റ്സ് അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർണർ ടു കോർണർ നീണ്ടു നിൽക്കുന്ന ഒരു സ്പോർട്ടീവ് വൈഡ് ലോവർ ഫ്രണ്ട് ഗ്രിൽ കാണാം. പെട്രോൾ CNG വേരിയൻറ്റുകളിൽ ഈ ബമ്പറിന് താഴെ നൽകിയിട്ടുള്ള ഈ പോർഷനിൽ ഒരു ഡ്യുവൽ ട്യൂൺ ടച്ചിലായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വണ്ടിക്ക് ഒരു നല്ല വീതിയും ഒരു മാസ് ലുക്കും തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ EV വേരിയൻറ്റിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തിനാണോന്നാവോ ആ ഫുൾ കളേർഡാക്കി ആ ലോവർ പോർഷനൊക്കെ ആ കുളമാക്കി വെച്ച പോലെ. നിങ്ങൾക്കും എൻ്റെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. അതല്ല നിങ്ങൾക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് മനോഹരമായിട്ടുണ്ട് ബ്രോ എന്നുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും താഴെ വന്നിട്ടൊന്ന് അറിയിക്കട്ടോ. ഇനി ഇതിൻ്റെ EV വേർഷൻ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പോയി കാണൂ. ഇനി ഈ വണ്ടിയുടെ ബാക്ക് ഡിസൈനിലോട്ട് വന്നു കഴിഞ്ഞാൽ എഡ്ജ് ടു എഡ്ജ് നീണ്ടു കിടക്കുന്ന ഹാലോ ലൈറ്റ് ബാർ, അതായത് ഒരു കണക്റ്റഡ് ടൈൽ ലാമ്പ്. ടിയാഗോയുടെ ആ ബാക്ക് വ്യൂ അത് വേറെ ലെവലിൽ തന്നെ അവർക്ക് എത്തിക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ റൂഫിൽ സ്ലീക്കായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഷാർക്ക് ഫിൻ ആൻറ്റിന കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗി വണ്ടിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പുറമേയുള്ള ഡിസൈൻ പോലെ തന്നെയാണ് കേട്ടോ ഇൻറ്റീരിയറിലും അടിപൊളിയാക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ക്യാബിനകത്ത് കയറിയാൽ ആദ്യം കണ്ണിൽ പെടുക ഇതിൻ്റെ ഫാബ്രിഷ്യ ലെക്സ് ഡാഷ്ബോർഡാണ്. അതായത് ഡാഷ്ബോർഡിന് മുകളിൽ ഒരു ഫാബ്രിക് റാപ്പ് വരുന്നുണ്ട്. അത് ഈ വണ്ടിയെ ഒരു ലക്ഷറി ടച്ചിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സ്റ്റെയറിംഗ് വീലിന് തൊട്ട് പിറകിലായിട്ട് ഡിജിറ്റൽ ഐലൻഡ് ക്ലസ്റ്റർ അത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ ഡ്രൈവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനുകളും വളരെ ബോൾഡായിട്ട് തന്നെ വ്യക്തമായിട്ട് കാണാം. അതിനു പുറമെ സെൻറ്ററിലായി വലിയ ഒരു അൾട്രാ വ്യൂ 26.03 സെൻറ്റിമീറ്ററിൽ വരുന്ന HD ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറായിട്ടുള്ള 360 SVS HD ക്യാമറ ഫീച്ചറുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന സുരക്ഷ ഉറപ്പാക്കുന്ന ബ്ലൈൻഡ് വ്യൂ മോണിറ്ററും ടാറ്റ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയും ഇതിലുണ്ട്. ടാറ്റ സ്വന്തം IRA കണക്ടിവിറ്റി വഴി 35ലധികം കണക്ടിവിറ്റി ഫീച്ചറുകളും ആപ്പ് ഫെസിലിറ്റികളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം കാണാം. അത് നമുക്ക് ഡ്രൈവിങ്ങിനിടയിൽ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പഴയ ആ റോട്ടറി സിസ്റ്റം തന്നെയാണ് നൽകിയിട്ടുള്ളത്. താഴ്ഭാഗത്തായി ഡ്യുവൽ സ്മാർട്ട് ഫോൺ ഡെക്ക് കാണാം. അതിൽ നമുക്ക് 2 സ്മാർട്ട് ഫോൺ അറ്റ് എ ടൈമിൽ വെക്കാനുള്ള സ്പേസും ഉണ്ട്. അതിൽ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും നൽകിയിട്ടുണ്ട്. റിയർ പാസഞ്ചേഴ്സിനായി റിയർ AC വെൻറ്റുകളും അതുപോലെ തന്നെ ഫോൺ ചാർജിംഗ് പോർട്ടുകളും നൽകിയിട്ടുണ്ട്. സ്പോർട്സ് ലെഗ് സ്റ്റിയറിംഗ് വീലിന് തൊട്ടു താഴെയായി പെട്രോൾ CNG ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളിൽ മാത്രമായി ഒരു ക്വിക്ക് റെസ്പോൺസ് പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി CNGക്ക് പവർ പോരാ എന്നുള്ള പരാതി വേണ്ട. കാരണം മാനുവൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പവർ കൂട്ടി പോകുന്ന പോലെ ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ ബൂസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗത്തൊക്കെ പവർ കൂട്ടി പോകാനുള്ള സിസ്റ്റമാണത്. സീറ്റുകളും അതുപോലെ തന്നെ യാത്ര സുഖത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടാറ്റയുടെ പുതിയ വണ്ടികൾ അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാ സീറ്റ്സിലും ആവശ്യത്തിലധികം തൈ സപ്പോർട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അതിൽ നമ്മളെ പിടിച്ചിരുത്താൻ ഈ സീറ്റുകൾക്ക് സാധിക്കുന്നുണ്ട്. അതിലുപരി സസ്പെൻഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് ലോവർ വിഷ്ബോൺ മെക്ഫേഴ്സൺ ഡ്യുവൽ പാത്ത് സ്ട്രെസ് ടൈപ്പും റിയറിൽ ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് മൗണ്ടഡ് ഓൺ ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബേഴ്സും ആണ് നൽകിയിട്ടുള്ളത്. ഇത് ഈ സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് മികച്ച യാത്രാസുഖം ഉറപ്പു നൽകും. വാഹനത്തിൻ്റെ എൻജിൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 1.2 ലിറ്റർ റിവോട്രോൺ 1200 cc വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. പെട്രോളിൽ ഇതിന് 86 PS പവറും 113 Nm ടോർഗും നൽകുമ്പോൾ ICNG മോഡലുകളിൽ 75.5 PS പവറും 96.5 Nm ടോർഗുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതോടൊപ്പം തന്നെ AMT ഓപ്ഷനും ഇതിലുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ CNG AMT ഹാച്ച് ബാക്ക് കൂടിയാണ് ഈ വാഹനം. 15 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ്. അതിൽ ബ്രേക്കിങ്ങിനായി ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രമ്മുമാണ് നൽകിയിട്ടുള്ളത്.
വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് 242 ലിറ്റർ, നല്ലൊരു ബൂട്ട് സ്പേസ് ആയിട്ടൊക്കെ തന്നെ പറയാം. എന്നാൽ ഇതിൻ്റെ CNGയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ട്വിൻ സിലിണ്ടറിക്കൽ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാലും ബൂട്ട് സ്പേസിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കുറവുണ്ട്. സുരക്ഷയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാറ്റ വണ്ടികളാണ് ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ അത് ഒട്ടും പിറകിലോട്ട് പോയിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് 6 എയർ ബാഗ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ക്രാഷ് ടെസ്റ്റ് അവർ കാണിക്കുന്ന വേരിയൻറ്റ് CNG വേർഷനാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വണ്ടിയുടെ ഒരു സുരക്ഷ. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ESP വിത്ത് ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പുകൾ, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അങ്ങനെ ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണിത്. ഒരുപാട് പേർക്ക് CNGയിലോട്ട് മാറണമെന്നുണ്ട്. എന്നാൽ CNG പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഒരു പേടി അതെല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ടാറ്റ CNGക്ക് എത്രമാത്രം സുരക്ഷ നൽകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ടാറ്റ പഞ്ചിൻ്റെ CNG വേർഷനും പെട്രോൾ വേർഷനും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ നൽകാം, നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് കാണൂ. നിലവിൽ ഈ സെഗ്മെൻറ്റിലെ മാരുതി സുസുക്കി സെലേറിയോ, ഹുണ്ടായ് i10 നിയോസ് എന്നിവയുമായൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് കൊണ്ടും അതുപോലെ തന്നെ സേഫ്റ്റി കൊണ്ടും ഏറ്റവും മികച്ചത് ഈ കാർ തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ വെഹിക്കിൾ വാറൻറ്റി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെയാണ്. എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത് വെറും 4.69 ലക്ഷം രൂപ മുതലാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ജെൻ ടിയാഗോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ആ ഹൈപ്പ് ബട്ടനൊക്കെ ഞെക്കിയിട്ടൊന്ന് വീഡിയോ ഹൈപ്പിലോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്. And yet, the promise remains intact. Because true safety is not about surviving ideal conditions. It is about protecting families in the unpredictable realities. This is engineering with responsibility. The next gen Tiago, built for India's roads. Built for India's families.